ഈ ദുനിയാവിനോട് പടിയിറങ്ങുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഇവിടെ അടങ്ങുകയോ ഒതുങ്ങുകയോ ചെയ്യുന്നില്ല. പിന്നെയോ നമ്മൾ ചെയ്തതെല്ലാം ഏറ്റിയാണ് നമുക്ക് പോകാനുള്ളത്. അൽ ഖബർ സുന്ദൂഖുൽ അമലാണ്. ഖബറിൽ നമ്മൾ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഖബർ കർമ്മങ്ങളുടെ പെട്ടിയാണ്, ബോക്സാണ്. നമ്മളുടെ കർമ്മങ്ങളെയാണ് നമ്മളോടൊപ്പം അടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ നിലക്കുന്നില്ല, തീരുന്നില്ല. ഈ ദുനിയാ ജീവിതം നമ്മളുടേത് തീരുമ്പോൾ പ്രത്യേകം നമ്മൾ ഈ കർമ്മങ്ങളേറ്റിയാണ് നമുക്ക് തുടരാനുള്ളത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്, എല്ലാ മനുഷ്യരും അവർ ചെയ്തതെന്തോ അതെല്ലാം കാണുന്ന ഒരു ദിവസം, അതാണ് പരലോകം. ആ ചെയ്തതെല്ലാം എന്ന് പറയുമ്പോൾ മിൻ ഖൈരിൻ, നന്മ ചെയ്തിട്ടുണ്ടോ നന്മ കാണും. വമ അമിലത് മിൻ സൂഇൻ, തിന്മ വല്ലതും ചെയ്തിട്ടുണ്ടോ ആ തിന്മയും കാണും. ആ തിന്മ അവിടെ വെച്ച് കാണുമ്പോൾ യവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, തിന്മ ചെയ്ത മനുഷ്യൻ തൻ്റെ കൺമുമ്പിൽ താൻ ചെയ്ത തിന്മകളെ കാണുമ്പോൾ കൊതിച്ചു പോകും. എന്തിനു കൊതിച്ചു പോകും? ലൗ അന്ന ബൈനഹു വബൈനഹാ അമദൻ ബഈദ, തൻ്റെയും താൻ ചെയ്ത തിന്മകളുടെയും ഇടയിൽ ഒരു ദൂരമുണ്ടായിരുന്നുവെങ്കിൽ, മഹാദൂരമുണ്ടായിരുന്നുവെങ്കിൽ. ഇത് കൺമുമ്പിൽ തന്നെ താൻ ചെയ്തത് തന്നെ നാറ്റും വിധം, തൻ്റെ തല കുനിക്കും വിധം, തനിക്ക് അപമാനം തരും വിധം കാണുന്നൊരവസ്ഥ വരുമ്പോൾ ഒരു മനുഷ്യന് കൊതിക്കണം, അത് കുറച്ച് വിട്ടായിരുന്നുവെങ്കിൽ, ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞായിരുന്നുവെങ്കിൽ, ഇതിൻ്റെ മണം ദുർഗന്ധം എൻ്റെ മൂക്കിൽ തട്ടാത്ത വിധമായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്നൊരു ദിനം. അവിടെ നല്ലതും തീയതുമൊക്കെ ഹാജരാക്കപ്പെടുന്ന ഒരു പരലോക കോടതിയാണ് നമ്മൾ പറയപ്പെടുന്നത്. കർമ്മങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇവിടെ ചെയ്തത് തുടരും. അത് വിചാരണയുടെ വേദിയിൽ അവിടെ പുലരും, അത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടും. ആത്മവിചാരണ, അതിൻ്റെ പ്രസക്തി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആത്മവിചാരണ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഈ ദുനിയാവിൽ നമ്മുടെ കർമ്മമാണ്. ആത്മവിചാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തിന്മകൾ എന്ത്, അതിനെ മായ്ക്കാൻ, അതിനെ പോക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കും. കുറവ് വരുത്തിയത് നികത്താൻ നമ്മൾ അവസരം ഉണ്ടാക്കും. നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മകൾ പെരുപ്പിക്കാൻ അവസരം ഉണ്ടാക്കും. പശ്ചാത്താപത്തിനും പാപമോചനത്തിനും നമ്മൾ അവസരം കാണും. ഇതൊക്കെ ആത്മവിചാരണയിലൂടെ മാത്രമാണ് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ പരലോക കോടതിയിലേക്ക് നമ്മളുടെ അമലുകളിൽ തിന്മകൾ വന്നു ചേരാതിരിക്കാൻ ആത്മവിചാരണ നടത്തി ആ തിന്മകളെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കുവാൻ, അതിനെ നികത്തുവാൻ, അതിൽ പശ്ചാത്തപിക്കുവാൻ, അതിൽ മനസ്താപമുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് ആത്മവിചാരണ. നമ്മുടെ പൂർവികർ ആത്മവിചാരണ നടത്തിയതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എൻ്റെ ഒരു മൊഴി, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ നഖസ ഫീഹി മിൻ ഉംരി വലം യസിദ് ഫീഹി മിൻ അമലി എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്. എനിക്ക് ഏറ്റവും സങ്കടം, ഏറ്റവും വലിയ ഖേദമുണ്ടായത് ഏത് വിഷയത്തിലാണ്? ഒരു ദിവസത്തിൻ്റെ വിഷയത്തിലാണ്. ആ ദിവസത്തിൽ നഖസ ഫീഹി മിൻ ഉംരി, എൻ്റെ ആയുസ് കുറഞ്ഞു, വലം യസിദ് ഫീഹി മിൻ അമലി, ഒരു അമൽ എനിക്ക് വർദ്ധിപ്പിക്കാനായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ അളവിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ വിഷയത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാറുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസ്താവിക്കാൻ പറയാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പ്രേരകമായത്? അത് ആത്മവിചാരണ നടത്തുന്നത് കൊണ്ടാണ്. ഒരു ദിനം യാത്രയാകുമ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു അനുകൂലമായി, ഇന്ന് ഞാൻ എന്ത് ചെയ്തു പ്രതികൂലമായി, എൻ്റെ പുരുഷായുസിൽ ഒരു ദിനം കുറഞ്ഞല്ലോ, ഇവിടെ ഞാൻ കർമ്മം എനിക്കായി എന്ത് പെരുപ്പിച്ചു. ഇങ്ങനെയൊക്കെ ആത്മവിചാരണ നടത്തുമ്പോഴാണ് ഇത്തരം മൊഴികൾ ഉണ്ടാവുക. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ